സൈക്കിളിൽ കാലിച്ചാക്ക് കൊണ്ട് നടക്കുന്ന വിൽക്കുകയായിരുന്നു എൻ്റെ ആദ്യകാല തൊഴിൽ എന്ന് പ്രചരിപ്പിച്ചവരുണ്ട്, ധരിച്ചു വശായവരുണ്ട്. എനിക്കെതിരെ നടത്തിയ കുറ്റപത്രങ്ങളിലൊക്കെ DYSP സഫീഉള്ള സയ്യിദ് ബോധപൂർവം ഈ ഇരട്ടപ്പേര് എഴുതി ചേർത്തു. കേരള സർക്കാർ ഒരു ഗസറ്റ് വിജ്ഞാപനം വഴി അവരൊരു ഉത്തരവിട്ടു, ഞങ്ങൾ ഇന്ന പദപ്രയോഗം ഇന്ന പേര് അലിയാസ് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ആ പേര് പിൻവലിക്കുന്നു, ഇദ്ദേഹത്തിന്റെ പേര് VM രാധാകൃഷ്ണൻ എന്നാണ് എന്ന് പറഞ്ഞ് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഗവൺമെന്റ് ഉത്തരവുണ്ട് ആ കാര്യത്തില്. വിവാദം എന്നൊരു വ്യവസായം ഞാൻ നടത്തിയിട്ടില്ല, എന്നാൽ എന്നെ വിവാദ വ്യവസായി എന്ന് വിളിക്കും. എന്തിന്റെ പേരിലാണെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായില്ല. ഞാൻ മൂലം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് 1 രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് രേഖകൾ സഹിതം ബോധ്യപ്പെടുത്താൻ മാധ്യമങ്ങളോ വിജിലൻസ് ഉദ്യോഗസ്ഥരോ മറ്റാരെങ്കിലും മുൻപോട്ട് വരട്ടെ, ഞാൻ വെല്ലുവിളിക്കുന്നു. എൻ്റെ സർവ്വസ്വത്തും അവർക്ക് ഞാൻ എഴുതി കൊടുക്കും. 350 കോടി രൂപയുടെ പർച്ചേസ് നടത്തുമ്പോൾ 400 മുതൽ 500 കോടി രൂപ രാധാകൃഷ്ണൻ കൊള്ളയടിച്ചു എന്ന് വാർത്ത, അതും പ്രമുഖ മാധ്യമങ്ങളുടെ മുഴുവൻ തലക്കെട്ടായിട്ട് കൊടുക്കുക. എന്താ അതിനൊക്കെ പറയുക? പുച്ഛിക്കുക എന്നല്ലാതെ. 400-500 കോടി കട്ട രാധാകൃഷ്ണനെതിരെ ഇപ്പോൾ ഉള്ള മുഴുവൻ കേസുകളുടെ മൊത്തം ആരോപിത നഷ്ടം മൂല്യം എന്ന് പറയുന്നത് 23 കോടി രൂപയാണ്. രേഖകൾ മറച്ചു വെക്കാം, മൂടി വെക്കാം. രേഖകൾ മറച്ചു വെച്ചും മൂടി വെച്ചും ആർക്കെതിരെയും കേസുണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേരളം. GST അടച്ച് അലാനികുതി അടച്ചാൽ ചിലർക്ക് അത് മുഴുവൻ വിശുദ്ധമായ പണം. GST അടച്ച് സർവീസ് ടാക്സ് അടച്ച് ആദായനികുതി അടച്ച് കൃത്യമായ കരാറിന്റെ അടിസ്ഥാനത്തിൽ VM രാധാകൃഷ്ണൻ ബിസിനസ് ചെയ്താൽ അത് അപരാധം, കൊള്ള, അഴിമതി. എനിക്ക് തോന്നുന്നു രാധാകൃഷ്ണന്റെ ജീവിതത്തിൽ ഒരു അടുത്ത ഘട്ടമാണ് മലബാർ സിമൻസുമായുള്ള ഒരു ബന്ധം തുടങ്ങുന്നതെന്ന്. അപ്പം ഞങ്ങളൊക്കെ പത്രത്തിലൂടെ താങ്കളുടെ ഒരു ഇരട്ട പേരിലാണ് അത് അറിയപ്പെടുന്നത് തന്നെ. അതൊക്കെ ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് വന്നല്ല. മലബാർ സിമൻസിലെ അനുഭവം എങ്ങനെയായിരുന്നു? 1992-93 ശേഷമാണ് എന്നാണ് എൻ്റെ ഓർമ്മ, മലബാർ സിമൻറ്റിലേക്ക് ചെറുതായി ഞാനൊരു ഏജൻ്റായിട്ട്, ചില പ്രോഡക്റ്റുകളുടെ ഏജൻ്റായിട്ട്, അതായത് ആ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളുടെ അവർക്ക് ചില സേവനങ്ങൾ നൽകുന്ന ഒരു ഏജൻ്റായിട്ട് ആ ഭാഗത്ത് പോകുന്നത് ഞാൻ ആ കാലഘട്ടത്തിലാണ്. അത് തുടക്കത്തിൽ അവിടെ മാത്രമല്ല, വേറെയും പല സ്ഥാപനങ്ങളിൽ പോയിരുന്നു. ചില സ്വകാര്യ ഫാക്ടറികളിൽ എനിക്ക് ഇതുപോലത്തെ സപ്ലൈ ഉണ്ടായിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ബിസിനസ്. അതിൻ്റെ ഭാഗമായി മലബാർ സിമൻറ്റിലും എത്തിപ്പെട്ടു. മലബാർ സിമൻറ്റിൽ എത്തിപ്പെട്ട എനിക്ക് വിവാദങ്ങളിലേക്ക് എന്നെ വലിച്ചഴച്ചത് ഒരു പ്രത്യേക സംഭവവികാസത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു മരണപ്പെട്ട മനുഷ്യനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് പറയുന്നതിന് ചില പരിമിതികളുണ്ട്. ഒരു പാലക്കാട്ടെ ഉന്നതനായ ഒരു വ്യക്തി, വളരെ പ്രമുഖനായ ഒരു വ്യക്തി, ഒരല്പകാലം അവിടെ ഒരു ഉന്നത പദവിയിൽ ഇരുന്നിരുന്നു. അദ്ദേഹവുമായിട്ട് ഉള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനിഷ്ടത്തിന് ഞാൻ പാത്രീഭൂതനായി എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അദ്ദേഹം ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ ഞാൻ കൂടുതൽ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് പരാമർശിച്ചു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ അപ്രീതിക്ക് വിധേയനായതോടുകൂടി അദ്ദേഹം ഭരണരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, മാധ്യമ രംഗത്തൊക്കെ വളരെ വലിയ ബന്ധങ്ങളുണ്ടായിരുന്ന ഒരു വ്യക്തി അദ്ദേഹം. ആ മനുഷ്യനുമായി ഉള്ള അഭിപ്രായ വ്യത്യാസത്തിനെ തുടർന്നാണ് എന്നെക്കുറിച്ച് ഉള്ള ഇത്തരത്തിലുള്ള, ഇപ്പോൾ താങ്കൾ ഉന്നയിച്ച പോലെ ഇരട്ടപ്പേര് വിളിക്കാനും മാധ്യമങ്ങളിലൂടെ എന്നെ അപകീർത്തിപ്പെടുത്താനും അപവാദങ്ങൾ പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള വലിയ ശ്രമങ്ങൾ തുടങ്ങിയത് ആ കാലഘട്ടത്തിലാണ്. അതിന് ഞാനൊരു സ്പെസിഫിക്കായ ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഉദാഹരണമായിട്ട് മലബാർ സിമൻസിലേക്കുള്ള ബാഗുകൾ അല്ലെങ്കിൽ ആ ചാക്ക് സപ്ലൈ ചെയ്യുന്ന തൊഴിലാണ് താങ്കൾക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇരട്ടപ്പേര് വരുന്നത്. പക്ഷേ പ്രചരണം എന്താ വെച്ചാൽ, ഞാനൊക്കെ വിശ്വസിച്ചിരുന്നൊരു പ്രചരണം ഞാൻ ഇപ്പോൾ പറയാം കേട്ടോ, മറ്റുള്ളവരെയൊക്കെ ചാക്കിട്ട് പിടിക്കുന്ന ആളായതുകൊണ്ടാണെന്ന്. സത്യത്തിൽ നമ്മളൊരു തൊഴിലിൻ്റെ ഭാഗമായി വന്ന പ്രചരണമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കൊടുത്ത അപവാദങ്ങൾ വരുന്നത്? നട്ടാൽ മുടക്കാത്ത നുണകളിൽ നിന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള അപവാദ പ്രചരണത്തിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ ഗൂഢാലോചന അങ്ങനെ എന്ത് സംശയിക്കുന്നുണ്ടോ?
താങ്കൾ ഈ പറഞ്ഞതിലും മോശമായിട്ടൊക്കെയുള്ള പ്രചാരണങ്ങൾ സമൂഹത്തിലുണ്ട്. എൻ്റെ തൊഴിൽ സൈക്കിളിൽ കാലിച്ചാക്ക് കൊണ്ട് നടക്കുന്നത് വിൽക്കുകയായിരുന്നു എൻ്റെ ആദ്യകാല തൊഴിൽ എന്ന് പ്രചരിപ്പിച്ചവരുണ്ട്, ധരിച്ചു വശായവരുണ്ട്. മര്യാദയ്ക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയാത്തവനാണ് ഞാനെന്നുള്ളതാണ് വസ്തുത. താങ്കൾ എന്നെ കണ്ടല്ലോ, എൻ്റെ ഉയരം എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കിയല്ലോ. ഈ ഉയരം വെച്ചുകൊണ്ട് ഒരു ഫുൾ സൈക്കിൾ, അര സൈക്കിൾ ഓടിക്കാൻ പറ്റുമായിരിക്കുക, ഒരു മുഴു സൈക്കിൾ ഓടിക്കാൻ എത്ര കണ്ട് എനിക്ക് ചവിട്ടാൻ പറ്റും? അപ്പം തനിയെ മുഴു സൈക്കിൾ ഓടിക്കാൻ കഴിയാത്ത എനിക്ക് കാലിച്ചാക്ക് ഭാരമായിട്ട് വെച്ചുകൊണ്ട് ഓടിക്കാൻ കഴിയും. അപ്പം ഇങ്ങനെ ഒത്തിരി കഥകൾ. അതുപോലെ ചാക്ക് വിതരണം ചെയ്തു എന്നുള്ളത് കൊണ്ട് എല്ലാ ചാക്ക് വിതരണക്കാർക്കും, അതായത് ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ ബാഗ്സ്, അതായത് ഇൻഡസ്ട്രിയൽ ബാഗ്സ്, സിമെൻറ്റ് പാക്ക് ചെയ്യുന്നതിന്, ഫെർട്ടിലൈസർ പാക്ക് ചെയ്യുന്നതിനൊക്കെ ഉള്ള ബാഗുകളാണ് വിതരണം ചെയ്ത് പല കമ്പനികൾക്കും. കാലിത്തീറ്റ, കാറ്റിൽ ഫീഡ് പാക്ക് ചെയ്യുന്നതിനുള്ള ബാഗുകൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ഐറ്റം സപ്ലൈ ചെയ്തു എന്നാൽ അതൊരു ഇരട്ടപ്പേരായിട്ട് വിടുന്നെങ്കിൽ ഇവിടെ ബാറ് നടത്തുന്നവരൊക്കെ ബാർ രാധാകൃഷ്ണൻ, ബാർ ഉണ്ണി, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് വിളിക്കുക. അല്ലെങ്കിൽ കോഴി കച്ചവടം ചെയ്യുന്നതിന് മുസ്തഫനെ കോഴി മുസ്തഫ, കോഴികൃഷ്ണൻ, ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ചെയ്യുന്ന തൊഴിലിനെ വിളിച്ചുകൊണ്ട് ഇരട്ടപ്പേര് വിളിക്കുന്ന ഒരു പരിപാടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ഇരട്ടപ്പേരൊക്കെ ഉണ്ടാക്കി തരാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വ്യക്തിയും അദ്ദേഹത്തിൻ്റെ മാധ്യമ സുഹൃത്തുക്കളും ചേർന്ന് എന്നെ സമൂഹ മധ്യത്തിൽ അപമാനിക്കാൻ ഒരു ഇരട്ടപ്പേര് വിളിച്ചാൽ നന്നായിരിക്കുമെന്ന് അവർ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇരട്ടപ്പേര് അവർ കൽപ്പിച്ചു നൽകി. ഈ ഇരട്ടപ്പേരിൻ്റെ ഭാഗമായി ഞാൻ സർക്കാരിൽ ഒരു പരാതി അയക്കുകയുണ്ടായി. എനിക്കെതിരെ നടത്തിയ കുറ്റപത്രങ്ങളിലൊക്കെ DYSP സഫീഉള്ള സയ്യിദ് ബോധപൂർവം ഈ ഇരട്ടപ്പേര് എഴുതി ചേർത്തു. സർക്കാരിൻ്റെ ഒരു ഉത്തരവിലും ഇങ്ങനെ ഒരു പേര് എഴുതി ചേർത്തു, അലിയാസ് എന്ന് പറഞ്ഞുകൊണ്ട്. അതിനെതിരെ ഗവൺമെൻറ്റിൽ പരാതി നൽകി. ഞാൻ കോടതിയിൽ പോകാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ കേരള സർക്കാർ ഒരു ഗസറ്റ് വിജ്ഞാപനം വഴി അവരൊരു ഉത്തരവിട്ടു, ഞങ്ങൾ ഇന്ന പദപ്രയോഗം, ഇന്ന പേര് അലിയാസ് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ആ പേര് പിൻവലിക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ പേര് VM രാധാകൃഷ്ണൻ എന്നാണ് എന്ന് പറഞ്ഞ് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഗവൺമെൻറ് ഉത്തരവുണ്ട് ആ കാര്യത്തിൽ. പക്ഷേ അപമാനിക്കാൻ അവസരം കിട്ടുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു ഉത്തരവ് വാങ്ങിച്ചിട്ടുള്ളവനാണ്, എൻ്റെ കയ്യിലെ ഉത്തരവുണ്ട്. അപ്പം അത് വാങ്ങേണ്ട ഒരു ഗതി ഉണ്ടാക്കി. എന്താ വെച്ചാൽ നിർബന്ധമായിട്ടും എനിക്കത് ആ പേര് വിളിക്കുന്നതിൽ ഒരു അപമാനം തോന്നിയിട്ടില്ല. കാരണം ദീർഘകാലം ഞാൻ ഈ കേരളത്തിനകത്തും പുറത്തും, കേരളത്തിന് മാത്രമല്ല ആന്ധ്രാപ്രദേശിൽ, തമിഴ്നാടിൽ, ബീഹാറിൻ്റെ ചില ഭാഗങ്ങളിൽ, കർണാടകത്തിൽ, ഇവിടങ്ങളിലൊക്കെ ഞാൻ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ബാഗ്സ്, ഓവൻ സാക്സ് എന്നാ പറയുക, അത് ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏജൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്, അതിൻ്റെ മീഡിയേറ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ബാഗ് വിതരണം ചെയ്ത എനിക്ക് ബാഗുമായി ഒരു ഇരട്ടപ്പേര് വിളിച്ചു എന്നുള്ളത് ഞാൻ ആ ഒരു അപമാനമായി കരുതിയില്ല. പക്ഷേ മറ്റൊരു മേഖലയിലും മറ്റൊരാൾക്കും ചാർത്തി കൊടുക്കാത്ത രൂപത്തിൽ എന്നെ ഇങ്ങനെ വിളിച്ചപ്പോൾ ശരി, അതിൻ്റെ ശരി എന്താണെന്നൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ സർക്കാരുമായിട്ടൊരു ഗുസ്തിക്ക് പോയത്. ഇന്നും അതിനെക്കുറിച്ചൊന്നും ഞാൻ ഖേദമില്ല. പക്ഷേ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു പേര് എനിക്ക് തന്നപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ രാജ്യത്ത് നിരവധി വ്യവസായങ്ങൾ ചെയ്യുന്നവരുണ്ട്. അവരൊന്നും ആ വ്യവസായമായി കൂട്ടിച്ചേർത്തിട്ടല്ല അവർക്ക് പേര് വിളിക്കുന്നത്. പിന്നെ വിവാദം എന്നൊരു വ്യവസായം ഞാൻ നടത്തിയിട്ടില്ല, എന്നാൽ എന്നെ വിവാദ വ്യവസായി എന്ന് വിളിക്കും. എന്തിൻ്റെ പേരിലാണെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. വിവാദം എന്നെ കൂട്ടി വിളിക്കാൻ എന്ത് വിവാദത്തിലാണ് ഞാൻ ഏർപ്പെട്ടിട്ടുള്ളത്? വ്യവസായം ചെയ്യുന്നു, വ്യാപാരം ചെയ്യുന്നു ഒരു വിവാദമായി മാറുമോ? എനിക്കെന്താ അതിനുള്ള അധികാരമില്ലേ, അവകാശമില്ലേ? ഞാൻ ചെയ്ത വ്യാപാരത്തിലോ വ്യവസായത്തിലോ തട്ടിപ്പോ വെട്ടിപ്പോ വഞ്ചനയോ ചതിയോ പൊതുഖജനാവിന് നഷ്ടമോ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ വസ്തുത ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ വെല്ലുവിളിക്കുന്നു, ഞാൻ മൂലം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് 1 രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് രേഖകൾ സഹിതം ബോധ്യപ്പെടുത്താൻ മാധ്യമങ്ങളോ വിജിലൻസ് ഉദ്യോഗസ്ഥരോ മറ്റാരെങ്കിലും മുൻപോട്ട് വരട്ടെ. ഞാൻ വെല്ലുവിളിക്കുന്നു. എൻ്റെ സർവ്വസ്വത്തും അവർക്ക് ഞാൻ എഴുതി കൊടുക്കും. വെല്ലുവിളിയാണ്. രേഖാമൂലം അവർ പറയട്ടെ, ഞാൻ നൽകിയ വിലയേക്കാൾ 1 രൂപ കുറച്ച് മലബാർ സിമന്റ് എന്ന പ്രസ്ഥാനത്തിന് ഏതെങ്കിലും ഘട്ടത്തിൽ ഞാൻ നൽകിയ ഒരു ഉൽപ്പന്നം വാങ്ങാൻ മുൻപോ പിൻപോ വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു. അതിൻ്റെ രേഖ ഹാജരാക്കാൻ വിജിലൻസിലെ ഉദ്യോഗസ്ഥര്, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകര്, അല്ലെങ്കിൽ എന്നെ ശത്രുവായി പ്രഖ്യാപിച്ച രാഷ്ട്രീയക്കാര്, സാമൂഹ്യ പ്രവർത്തകർ തയ്യാറാകട്ടെ.
യാതൊന്നും ഒരടിസ്ഥാനവുമില്ലാതെ ആരോ പറഞ്ഞത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ രാധാകൃഷ്ണൻ പറ്റിപ്പുകാരനാണ്, തട്ടിപ്പുകാരനാണ്, പൊതുഖജനാവിനെ കൊള്ളയടിച്ചവനാണ്, പൊതുഖജനാവിന് നഷ്ടം വരുത്തിയവനാണ് എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. നമ്മളെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ എന്താ അറിയോ, ആരെ പറ്റിയെങ്കിലും മോശമായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ അത് പ്രചരിപ്പിക്കാൻ നമ്മൾ വലിയ മിടുക്കന്മാരാണ്, വലിയ തൽപരരാണ്. മാധ്യമപ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് ചോദ്യമുള്ളത്. നമ്മളൊക്കെ പത്രത്തിൽ നിരന്തരമായി ജോലി ചെയ്തപ്പോൾ ആദ്യകാലത്തൊക്കെ വന്ന പ്രധാന ഒരു വാർത്തയായിരുന്നു മലബാർ സിമൻസ് അഴിമതി. ഇപ്പോൾ 2006 മുതൽ 2010 വരെയുള്ള ഒരു ചെറിയ കാലയളവിൽ പോലും 400-500 കോടിയുടെ അഴിമതിയാണ് പോലെ മലബാർ സിമൻസുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. ഇതുമായി എന്താണ് പറയാനുള്ളത്? വളരെ രസകരമായ ഒരു ചോദ്യമാണ് ഇപ്പം അങ്ങനെ ചോദിച്ചത്. വലിയ തമാശ തോന്നുന്ന ഒരു ചോദ്യമാണ്. 2004-06 മുതൽ 10 വരേക്കുള്ള കാലം കൊണ്ട് 400-500 കോടി രൂപയുടെ അഴിമതി. ഇത് താങ്കൾ പറയുന്നതല്ല, അക്കാലത്തെ എല്ലാ മാധ്യമങ്ങളും തലക്കെട്ടായിട്ട് മുഖ്യ വാർത്തയായിട്ട് കൊടുത്തിരുന്നതാണ്. അതിനൊരു വസ്തുത പറയട്ടെ. താങ്കൾ പിന്നെ ഇത്തരം ഒരു ചോദ്യം എന്നോട് ചോദിക്കാൻ എനിക്ക് മറുപടി പറയാൻ അവസരം തന്നതിൽ നന്ദിയുണ്ട്. അക്കാലഘട്ടങ്ങളിൽ മലബാർ സിമൻസിൻ്റെ ഒരു ശരാശരി ഒരു വർഷത്തെ അസംസ്കൃത വസ്തുക്കളുടെ വാങ്ങൽ ഏതാണ്ട് ഒരു 70 കോടി രൂപയുടെ. 5 വർഷം കൊണ്ട് വാങ്ങാവുന്ന എത്രയാ? 350 കോടി രൂപ. 350 കോടി രൂപയുടെ പർച്ചേസ് നടത്തുമ്പോൾ 400-500 കോടി രൂപയുടെ അഴിമതി നടത്തുക, കമ്മീഷൻ ലഭിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാനോ, ഈ പറയുന്ന ആളുകൾക്ക് ഒരു പ്രാഥമിക ബോധമെങ്കിലും വേണ്ടേ? ആ പറയുന്നതിൻ്റെ ഒരു ലോജിക്ക് വേണ്ടേ? ഒന്നുമില്ലെങ്കിൽ ഇത്തരം ഒരു വാർത്ത കൊടുക്കുന്നതിന് മുൻപ് ഇതിനെക്കുറിച്ച് വളരെ നിസ്സാരമായ ഒരു അന്വേഷണമെങ്കിലും നടത്താൻ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഈ പ്രമുഖരെ മെനക്കെടേണ്ടതല്ലേ? 70 കോടി രൂപ ഇൻറ്റു 5 ഇയേഴ്സ് 350 കോടി രൂപയുടെ പർച്ചേസ് നടത്തുമ്പോൾ 400 മുതൽക്ക് 500 കോടി രൂപ രാധാകൃഷ്ണൻ കൊള്ളയടിച്ചു എന്ന് വാർത്ത, അതും പ്രമുഖ മാധ്യമങ്ങളിൽ മുഴുവൻ തലക്കെട്ടായിട്ട് കൊടുക്കുക. എന്താ അതിനൊക്കെ പറയുക? പുച്ഛിക്കുക എന്നല്ലാതെ പുച്ഛം തോന്നുന്നു. ഇതൊക്കെയാണോ മാധ്യമ പ്രവർത്തനം? ഒന്ന് ആലോചിച്ച് നോക്കൂ. 400 കോടി രൂപ അഴിമതി, 350 കോടി രൂപയുടെ പർച്ചേസിന്. ഇനി ബാക്കി അങ്ങ് തീരുമാനിച്ചോളൂ. ഈ ഇതെന്തായിരുന്നു, ഇതിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു, എന്ത് താല്പര്യത്തിനാണ് ഇത്രയും വാർത്തകൾ? ആ വാർത്തകൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനം ഒന്ന് മാത്രമാണ്, വലിയ ഭീകരമായ ഒരു സംഖ്യ അവതരിപ്പിച്ചിട്ട് വേണം ഇയാളെ മോശക്കാരനാക്കാൻ. 400 കോടിയുടെ കൊള്ളക്കാരനാണ്, 500 കോടിയുടെ കൊള്ളക്കാരനാണ് എന്ന് പറഞ്ഞ് വലുതാക്കാൻ വേണ്ടി. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ആലോചിച്ച് നോക്കൂ, ഇതേ ആളുകൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വിജിലൻസ് അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് എനിക്കെതിരെ കുറ്റപത്രങ്ങൾ സമർപ്പിച്ചപ്പോൾ അതിലെ അഴിമതിയുടെ മൊത്തം മൂല്യം എത്രയാണെന്നറിയോ? 23 കോടിയാണ്. അതായത് 400-500 കോടി കട്ട രാധാകൃഷ്ണനെതിരെ ഇപ്പോൾ ഉള്ള മുഴുവൻ കേസുകളുടെ മൊത്തം ആരോപിത നഷ്ടം മൂല്യം എന്ന് പറയുന്നത് 23 കോടി രൂപയാണ്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇപ്പോൾ മലബാർ സിമൻസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസുണ്ടോ? ഒരുപാട് കേസുകൾ ഉണ്ടല്ലോ, അതിൻ്റെ നിലവിലുള്ള സ്ഥിതി എന്താണ്? മലബാർ സിമൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 3 കരാറുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കെതിരെ വിജിലൻസ് കേസന്വേഷണവും കുറ്റപത്ര സമർപ്പണവും ഉണ്ടായിട്ടുള്ളത്. ഞാൻ വളരെ ചുരുക്കി അത് പറയുകയാണ്. 3 കേസുകളിൽ തനിയെ പറയേണ്ടതുണ്ട്. ഒന്ന്, അവിടെ ചുണ്ണാമ്പ് കല്ല് ഖനി പാട്ടത്തിനെടുത്തു. തമിഴ്നാട്ടിലെ ഒരു ഫിറോസ് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ചുണ്ണാമ്പ് കൽ ഖനി മലബാർ സിമൻസ് പാട്ടത്തിനെടുക്കുകയുണ്ടായി, ദീർഘകാല പാട്ടത്തിനെടുക്കുകയുണ്ടായി. ആ പാട്ടക്കരാറിൽ കമ്പനിക്ക് ഏതാണ്ട് 25 ലക്ഷം രൂപ നഷ്ടമുണ്ടായി എന്നാണ് വിജിലൻസിൻ്റെ ആരോപണം. ആ പാട്ടക്കരാറുമായിട്ട് ബന്ധപ്പെട്ട് 4 കരാറുകാരാണ് ഉണ്ടായിരുന്നത്. 2 ട്രാൻസ്പോർട്ട് കരാറുകാരും ഒരു മൈനിങ് എക്സ്ട്രാക്ഷൻ കരാർ, അതായത് കല്ല് കുഴിച്ചെടുക്കുന്ന ഒരു കരാറും ഈ പാട്ടത്തിന് കൊടുത്ത ഭൂ ഉടമയും. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഭൂ ഉടമയ്ക്ക് ഒരു ബാങ്ക് ഗ്യാരണ്ടി ലഭിക്കുന്നതിന് വേണ്ടി ഒരു പങ്കാളിത്ത ഉടമ്പടിയിൽ ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ എന്നെ കൂടി ആര് പ്രതി ചേർത്തു? ഇവർ പ്രതി ചേർത്തപ്പോൾ സമർത്ഥമായി ചെയ്തൊരു കാര്യം, അതിനു മുൻപുണ്ടായിരുന്ന വാങ്ങൽ വിലയേക്കാൾ കൂടുതൽ വില ഈ പാട്ടക്കരാറുമായിട്ട് ബന്ധപ്പെട്ട്
കമ്പനിക്കുണ്ടായി. അതുവഴി 25 ലക്ഷം രൂപ കമ്പനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ആരോപണം. അതേക്കുറിച്ച് പറയാം. ഇവർ പറയുന്നത് 621 രൂപ വിലയ്ക്കായിരുന്നു നേരത്തെ വാങ്ങിക്കൊണ്ടിരുന്നത്. അതിൽ കൂടുതൽ വിലക്കാണ് ആരുമായി വാങ്ങിയത്? ഈ പാട്ടക്കരാറിൻ ഭാഗമായിട്ട് കമ്പനിക്ക് ആ ഉൽപ്പന്നം കിട്ടിയതെന്നാണ് പറഞ്ഞത്. വാസ്തവത്തിൽ അവർ തന്നെ കോടതിയിൽ സമർപ്പിച്ച രേഖകൾ പ്രകാരം നേരത്തെ വാങ്ങിയതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കായിരുന്നു ഈ പാട്ടക്കരാർ വഴി ഉണ്ടാക്കിയത്. പാട്ടക്കരാറിന്റെ ഭൂമിയുടെ ഉടമ ഞാനല്ല, ഭൂ ഉടമസ്ഥൻ ഫിറോസ് മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി, ട്രാൻസ്പോർട്ട് കരാറുകാരൻ ഞാനല്ല, അവിടുന്ന് മണ്ണ് കല്ല് കുഴിച്ചെടുക്കാൻ കരാറിൽ ഏർപ്പെട്ടവൻ ഞാനല്ല. ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത എന്നെ അദ്ദേഹത്തിന് പാലക്കാട്ടെ ഒരു ബാങ്കിൽ നിന്ന് ബാങ്ക് ഗ്യാരണ്ടി എടുത്തു കൊടുക്കാൻ സഹായിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ എന്നെ പ്രതി ചേർത്തു. നഷ്ടമില്ലാത്ത ഒരു കരാറിൽ നഷ്ടം ആരോപിച്ചുകൊണ്ടാണ് ഈ കേസുണ്ടാക്കിയത്. നഷ്ടമില്ലാത്ത കരാറിൽ വെല്ലുവിളിക്കുന്നു, ഇന്ന് പുറത്തുവിടട്ടെ. അത് അന്വേഷിച്ച ഡിവൈഎസ്പി സഫിയുള്ളയോ അദ്ദേഹത്തിന്റെ കിങ്കരന്മാരായ ആളുകളോ അല്ലെങ്കിൽ വേറെ മറ്റാരെങ്കിലും ഒരു രേഖ ഹാജരാക്കട്ടെ. അതിന് മാത്രമല്ല, മറ്റൊന്നുകൂടി പറയാനുണ്ട്. ഈ ചുണ്ണാമ്പുകല്ല് അതിനു മുൻപോ പിൻപോ ഈ പാട്ടക്കരാറുകാരൻ കൊടുത്ത വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ 1 രൂപ കുറവിൽ അതിനു മുൻപോ പിൻപോ മലബാർ സിമന്റ്സിന് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് വരെ വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കൂടിയ വിലക്കാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ ഇതും അതിലപ്പുറവും നടക്കും. വില നിങ്ങൾക്കെതിരെ ഒരു കേസ് ഉണ്ടാക്കണമെങ്കിൽ രേഖകൾ മറച്ചു വെക്കാം, മൂടി വെക്കാം. രേഖകൾ മറച്ചു വെച്ചും മൂടി വെച്ചും ആർക്കെതിരെയും കേസുണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേരളം. അതിൻ്റെ ഒത്തിരി പേർക്ക് അനുഭവം ഉണ്ടായിരിക്കാം, പക്ഷേ ഏറ്റവും നല്ല അനുഭവസ്ഥൻ ഞാനാണ്. ഓരോ കേസിനെ കുറിച്ചും പറഞ്ഞാൽ നിങ്ങൾക്കത് ബോധ്യമാകും. നിങ്ങൾ പൊതുസമൂഹം ധരിച്ചു വെച്ചിരിക്കുന്ന എന്താ? പാട്ടക്കരാറിൽ ചുണ്ണാമ്പ് കല്ല് കൊടുത്തപ്പോൾ ഞാൻ കൂടിയ വില ഈടാക്കി കമ്പനിക്ക് നഷ്ടം വരുത്തിയെന്ന്. ഈ യാഥാർത്ഥ്യം ആർക്കെങ്കിലും അറിയുമോ? ജനം, നാളത്തെ സമൂഹം, എൻ്റെ അടുത്ത തലമുറ ഇത് മനസ്സിലാക്കട്ടെ, ബോധ്യപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെല്ലുവിളിയായിട്ട് ഇത് പറയുന്നത്. ഞാൻ ആരോപിതമായ, എന്നെ പ്രതിയേർക്കപ്പെട്ട ആ സ്ഥാപനം കൊടുത്തതിൽ 1 രൂപ കുറവിൽ, 1 കിലോയ്ക്ക് 1 രൂപ കുറവിൽ ഒരു കാലത്തും അല്ലെങ്കിൽ ഇതിന് മുൻപോ പിൻപോ മലബാർ സിമന്റിന് ചുണ്ണാമ്പ് കല്ല് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. കള്ളക്കേസ് ഉണ്ടാക്കിയതാണ്. അതിന് മുൻപ് വാങ്ങിയ വില അതിന്റെ പൂർണ്ണ വില മറച്ചു വെച്ചുകൊണ്ട് പർച്ചേസ് ഓർഡർ ഹാജരാക്കി. പക്ഷെ പർച്ചേസ് ഓർഡറിനൊപ്പമുള്ള അനക്ഷർ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ കള്ളക്കേസ് ഫാബ്രിക്കേറ്റ് ചെയ്ത്. ഇതാണ് ചുണ്ണാമ്പ് കല്ല് ഖനിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പണ്ട് കാലത്ത് പത്രങ്ങളിൽ വലിയ വാർത്ത വന്ന കാര്യം, ഞാനൊക്കെ നിരവധി തവണ ഈ ഫ്ലൈ ആഷ് കേസിൽ അവിടെ 20 കോടിയുടെ നഷ്ടം വന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ വിജിലൻസ് അന്വേഷണം എന്തായി? ഡ്രൈ ഫ്ലൈ ആഷ്, അതാണ് അതിൻ്റെ ശരിയായ നാമം. ഈ ഡ്രൈ ഫ്ലൈ ആഷ് എന്ന് പറയുന്നത് കൽക്കരി കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അവശിഷ്ടമാണ്, അതിൻ്റെ ചാരമാണ്. അതായത് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കൽക്കരി കത്തിക്കുന്നു. ആ പ്രോസസ്സിൽ കൽക്കരിയുടെ ചാരം, അവശിഷ്ടമായ ചാരമാണ് കളക്ട് ചെയ്ത് അത് കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവ് വഴി സിമൻറ്റ് നിർമ്മാണത്തിൽ ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുത്തു. അത് സിമൻറ്റ് നിർമ്മാണത്തിലെ ഒരു പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ്. ഇതാണ് ഈ ഡ്രൈ ഫ്ലൈ ആഷ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പേരിലുള്ള ഈ ഡ്രൈ ഫ്ലൈ ആഷ് വിതരണം ചെയ്തു. ഞാൻ മാനേജിങ് ഡയറക്ടറായിരുന്ന കമ്പനി ഡ്രൈ ഫ്ലൈ ആഷ് വിതരണം ചെയ്തു, മലബാർ സിമന്റ്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ ഡ്രൈ ഫ്ലൈ ആഷ് വിതരണത്തിന് ഒരൊറ്റ കരാറിലാണ് ഞാൻ ഏർപ്പെട്ട്. 10 വർഷത്തേക്കുള്ള ഒരു ദീർഘകാല കരാറിൽ ഞാൻ ഏർപ്പെട്ടു കമ്പനിയുമായിട്ട്. ആ കരാറിലെ സപ്ലൈ, അതായത് മെറ്റീരിയൽ കൊടുക്കുക എന്നുള്ള ഭാഗത്തിന് ഒരു വിജിലൻസ് കേസാക്കി. അത് കഴിഞ്ഞ് അതിനെ ലോറിയിൽ കടത്തുന്നതിനെ കുറിച്ച് മറ്റൊരു കേസാക്കി. അങ്ങനെ 2 കേസുകൾ, അതായത് കേസിൻ്റെ എണ്ണം കൂട്ടണമല്ലോ. തൽപര കക്ഷികൾക്ക് എനിക്കെതിരെ പരമാവധി കേസുകൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി ഒരേ കരാറിന്, അതായത് ചുണ്ണാമ്പ് കല്ലിൻ്റെ കാര്യത്തിൽ കടത്ത്, ചുണ്ണാമ്പ് കല്ല് കുഴിച്ചെടുക്കൽ, പാട്ടം, ഈ 3 കരാറിനും കൂടി ഒറ്റ കേസ്. അത് ഫ്ലൈ ആഷിന് വന്നപ്പോൾ സപ്ലൈക്ക് ഒരു കേസ്, ട്രാൻസ്പോർട്ടിന് മറ്റൊരു കേസ്. ഞാൻ ഇതിൻ്റെ തുടക്കം മുതൽക്ക് അതിൻ്റെ ചരിത്രം പറയുകയാണ്. അങ്ങനെയുള്ള 2 കേസിലും കൂടി എനിക്കെതിരെ 23 കോടി രൂപ കമ്പനിക്ക് നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ള ആരോപണമാണ് ഉയർത്തിയിട്ടുള്ളത്. ഞാൻ അതിനെക്കുറിച്ചും പറയാം. ഞാൻ
അവിടെ ചാരം നൽകിയ വിലയേക്കാൾ, അതായത് എൻ്റെ കയ്യിൽ നിന്നും മലബാർ സിമെന്റ് ചാരം വാങ്ങിയിട്ടുണ്ടല്ലോ, ആ വിലയേക്കാൾ, അതായത് അതിൻ്റെ ലാൻഡഡ് കോസ്റ്റാണ് ഞാൻ പറയുന്നത്, അവർക്ക് അവരുടെ കമ്പനിയിൽ എത്തപ്പെട്ട വിലയാണ് ഞാൻ പറയുന്നത്, അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഞാൻ സപ്ലൈ ചെയ്തതിന് മുൻപോ പിൻപോ ഇന്ന് വരെ മലബാർ സിമെന്റ്സിന് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഒരിടത്തുനിന്നും വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഞാൻ പോന്നതിന് ശേഷം 500 മുതൽ 1000 രൂപ ടൺ ഒന്നിക്ക് കൂടുതൽ ചെലവഴിച്ചാണ് മലബാർ സിമെന്റ് ഡ്രൈ ഫ്ലൈ ആഷ് വാങ്ങിയത്. വിശ്വസിക്കാനാവുമോ താങ്കൾക്ക്? ഞാൻ പോന്ന ശേഷം, അഥവാ എന്നെ ഈ കേസിൽപ്പെടുത്തി കേസ് ചാർജ് ചെയ്ത് എന്നെ അവിടുന്ന് ഓടിച്ചു വിട്ട ശേഷം കമ്പനി വാങ്ങിയത് ഒരു ടണ്ണിന് 500 രൂപ മുതൽക്ക് 1000 രൂപ അധിക വില കൊടുത്താ വാങ്ങിയത്. ഇത് റെക്കോർഡ് ചെയ്യാണ് താങ്കൾ, നാളെ ടെലികാസ്റ്റ് ചെയ്തേക്കാം, നാളെ പുറത്ത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചേക്കാം. വെല്ലുവിളിക്കുന്നു, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമല്ല എന്ന് വിജിലൻസിന്റെയോ രാഷ്ട്രീയക്കാരോ മറ്റുദ്യോഗസ്ഥരോ ആർക്കെങ്കിലും ഇത് തെളിയിക്കാൻ കഴിയുമോ? അവർ പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. കള്ളക്കേസായിരുന്നു. അത്തരത്തിൽ ഒരു കേസ് ഉണ്ടാക്കി കുറ്റപത്രം സമർപ്പിച്ചു. ഇനി അതിന്റെ വേറൊരു ഗതി എന്താണ്? അങ്ങനെ കുറ്റപത്രം സമർപ്പിക്കട്ട കേസ് തൃശൂർ വിജിലൻസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ ഇവര് 2 സംഭവങ്ങൾ കൂടി ഉണ്ടായി. ഒന്ന്, CNDG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തി VM രാധാകൃഷ്ണൻ MD ആയ ARK വുഡ് ആൻഡ് മെറ്റൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് സാധനം വാങ്ങാത്തത് വഴി കമ്പനിക്ക് കോടാനുകോടി രൂപയുടെ നഷ്ടമുണ്ടായി. അതായത് VM രാധാകൃഷ്ണന്റെ സ്ഥാപനത്തിൽ നിന്നും ഡ്രൈ ഫ്ലൈ ആഷ് വാങ്ങാത്തത് വഴി കോടാനുകോടി രൂപയുടെ നഷ്ടം ആർക്കുണ്ടായി? മലബാർ സിമെന്റ് ഉണ്ടായി എന്ന് CNDG, ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ വിങ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ്, കോസ്റ്റ് ഓഡിറ്റർ, ഇവര് മുഴുവൻ കണ്ടെത്തി രേഖപ്പെടുത്തി കമ്പനിക്ക് നൽകി. അങ്ങനെ കമ്പനിക്ക് നൽകിയപ്പോ വിജിലൻസ് വകുപ്പ് എന്ത് ചെയ്തെന്നറിയോ? ഈ നഷ്ടം, അതായത് കോടാനുകോടി രൂപയ്ക്ക് നഷ്ടം കമ്പനിക്ക് ഉണ്ടായതിന്റെ പേരിൽ പുതിയൊരു FIR അവർ രജിസ്റ്റർ ചെയ്തു. എത്ര വിചിത്രമാണെന്ന് നോക്കൂ. ഞാൻ സപ്ലൈ ചെയ്തത് വഴി 18 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞ് വിജിലൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച വിജിലൻസ് എൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങാതെ വഴി 14 ചില്ലാൻ കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞ് അതിൻ്റെ കുറ്റവാളികളായ ആളുകൾ ഇന്ന ആളുകളാന്ന് പറഞ്ഞുകൊണ്ട് ഒരു FIR രജിസ്റ്റർ ചെയ്ത് നിലനിൽക്കുന്നു. ഒന്ന്. അടുത്തത്, ഇതേ കമ്പനി കേരള സർക്കാരിന്റെ അനുവാദത്തോട് കൂടിയിട്ട് 1,82,00,000 രൂപ കോർട്ട് ഫീ ഒടുക്കിയിട്ട് തൂത്തുക്കുടി ജില്ലാ കോടതിയിൽ, അതായത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലാ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് എനിക്കും എൻ്റെ സ്ഥാപനത്തിനുമെതിരെ. എന്താണ് കേസ് എന്നറിയാമോ? ഞാൻ അവർക്ക് ഡ്രൈ ഫ്ലൈ ആഷ് വിതരണം ചെയ്യാത്തത് വഴി, അഥവാ ഡ്രൈ ഫ്ലൈ ആഷ് വിതരണ കരാറിൽ നിന്ന് ഞാൻ പിൻവാങ്ങിയതിനാൽ അവർക്ക് മറ്റ് പല സ്ഥാപനങ്ങളിൽ നിന്നും കൂടിയ വിലക്ക് ഈ ഡ്രൈ ഫ്ലൈ ആഷ് വാങ്ങേണ്ടി വന്നു എന്നും അതുവഴി അവർക്ക് ആയിരക്കണക്കിന് രൂപ ടണ്ണൊന്നിക്ക് അധിക വില കൊടുക്കേണ്ടി വന്നുവെന്നും ആ ഇനത്തിൽ 23 കോടി രൂപയോളം അവർക്ക് അധിക ചെലവുണ്ടായിട്ടുണ്ടെന്നും ആ 23 കോടി രൂപയും അതിൻ്റെ പലിശയും രാധാകൃഷ്ണ സ്ഥാപനവും തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിവിൽ കോടതിയെ തൂത്തുക്കുടി ജില്ലാ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ആ കേസ് ഫയൽ ചെയ്യാൻ ഏതാണ്ട് 2 കോടി രൂപ അവർ ചെലവഴിച്ചു. അതായത് അത് ശരിയല്ലായിരുന്നെങ്കിൽ സർക്കാർ അതിന് അനുമതി കൊടുക്കുമായിരുന്നു, കമ്പനി ഡയറക്ടർ ബോർഡ് അനുമതി കൊടുക്കുമായിരുന്നു. ഇപ്പൊ വാസ്തവത്തിൽ എന്താണെന്ന് കരുതിയാൽ വിജിലൻസ് പറയുന്നു 18 ചില്ലാൻ കോടി രൂപ ഞാൻ സപ്ലൈ ചെയ്ത് വഴി നഷ്ടമുണ്ടായി എന്ന്. കമ്പനിയും സർക്കാരും പറയുന്നു എൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങാത്തത് വഴി. കമ്പനി സർക്കാർ മാത്രമല്ല, CNDG, കോസ്റ്റ് ഓഡിറ്റർ, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ വിങ്, ഇത്രയും പേര് പറയുന്നു രാധാകൃഷ്ണന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങാതെ കരാർ അവസാനിപ്പിച്ചത് വഴി കമ്പനിക്ക് 23 കോടി രൂപ നഷ്ടമുണ്ടായി എന്ന്. ഇനി പൊതുജനം പറയട്ടെ, നാട്ടുകാർ പറയട്ടെ, ഇതിൽ ഏതാണ് ശരിയെന്ന്. 18 കോടിയുടെ നഷ്ടത്തിന് ഒരു രേഖയുണ്ടെങ്കിൽ ഹാജരാക്കട്ടെ. എൻ്റെ കരാർ റദ്ദാക്കിയത് അല്ലെങ്കിൽ എൻ്റെ കരാറിനെതിരെ വിജിലൻസ് കേസെടുത്തത് വഴി മലബാർ സിമെന്റ് നഷ്ടമുണ്ടായി എന്നുള്ളതാണ് വസ്തുത. അതാണ് യാഥാർത്ഥ്യം. അതാണ് തൂത്തുക്കുടി ജില്ലാ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള മുഴുവൻ രേഖകളും തെളിയിക്കുന്ന വസ്തുത.
ഇനി ഒരു കേസ് കൂടി വിജിലൻസിന്റെ ഉണ്ടല്ലോ, ഈ ബാഗ് കേസ് എന്ന് പറയുന്നത്, അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ബാഗുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഇരട്ടപ്പേരുണ്ടായി എന്നൊക്കെ പറഞ്ഞല്ലോ. അതെ, ആ കരാറിനെ കുറിച്ചാണ് പറയുന്നത്. വളരെ രസകരമായ ഒരു കേസാണത്. മലബാർ സിമൻസ് ടെൻഡർ വഴി ബാഗ് വാങ്ങാൻ ഒരു കരാറിൽ ഏർപ്പെട്ടു ബോംബെയിലുള്ള ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ആ ബോംബെയിലുള്ള ആ സ്ഥാപനമാണ് ആ കാലയളവിൽ ആ പ്രത്യേകതരം ബാഗിൻ്റെ ഏക ഉൽപ്പാദകർ, അതായത് പ്രൂവൺ ഉൽപ്പാദകർ, തെളിയിക്കപ്പെട്ട ഉൽപ്പാദകർ. മറ്റു പലരും ഉണ്ടായിരുന്നെങ്കിലും അവരുടെ ഉൽപ്പന്നം ആ ഗുണനിലവാരം ഉള്ളതല്ലായിരുന്നു. ആ കമ്പനി മലബാർ സിമൻസിലെ ടെൻഡറിൽ പങ്കെടുക്കുന്നു, കരാറിൽ ഏർപ്പെടുന്നു, അവർക്ക് സപ്ലൈ ചെയ്യുന്നു, അവരത് വാങ്ങിക്കുന്നു, അവർ വിജയകരമായി കരാറുകൾ പൂർത്തിയാക്കുന്നു, തൃപ്തികരമായി പൂർത്തിയാക്കുന്നു, അവരുടെ EMD തിരിച്ചു കൊടുക്കുന്നു, അവരുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വിജിലൻസ് കണ്ടെത്തുകയാണ് ഞാനും ആ സ്വകാര്യ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമ്മീഷൻ കരാർ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഈ ബോംബെ സ്ഥാപനം ഞാനുമായിട്ട് ഒരു കരാറുണ്ടായിരുന്നു. അവരുടെ ഉൽപ്പന്നങ്ങൾ കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ വിറ്റഴിക്കുന്നതിന് എനിക്ക് കമ്മീഷൻ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ പേരിലുള്ള ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കരാറിൽ ആ സ്വകാര്യ സ്ഥാപനം ഏർപ്പെട്ടിരുന്നു. നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സ്വകാര്യ സ്ഥാപനം ഒരു സ്വകാര്യ വ്യക്തിയുമായി ഒരു കരാറിൽ, ഞാനും മലബാർ സിമെന്റുമായി കരാറില്ല, ഞാൻ മലബാർ സിമെന്റിന് എന്തെങ്കിലും ഉൽപ്പന്നം വിൽക്കാമെന്ന കരാറില്ല, പൊതുഖജനാവിലെ 1 രൂപ എനിക്ക് തന്നിട്ടില്ല. ഈ സ്വകാര്യ ബോംബെയിലെ ഈ സ്വകാര്യ സ്ഥാപനമാണ് കമ്മീഷൻ ഇനത്തിൽ എനിക്ക് പണം തന്നതായി ആരോപിക്കുന്നു. പണം തന്നിട്ടുമുണ്ട്, സ്വീകരിച്ചിട്ടുമുണ്ട്. എനിക്ക് ഈ രാജ്യത്ത് ധാരാളം കമ്മീഷൻ വാങ്ങുന്ന പ്രസ്ഥാനങ്ങളുണ്ട്, കച്ചവട സ്ഥാപനങ്ങളുണ്ട്, വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. ഞാനും അവർക്ക് വേണ്ടി പണിയെടുത്ത് അതിൻ്റെ ഭാഗമായിട്ട് കമ്മീഷൻ വാങ്ങിയിട്ടുണ്ട്, വസ്തുതയാണ്. ഈ കമ്മീഷൻ വാങ്ങിയതാണ് അപരാധമായിട്ട് ആരുന്നയിക്കുന്നത്? വിജിലൻസ് ഉന്നയിക്കുന്നത്. അതായത് പൊതുഖജനാവിൻ്റെ നയാ പൈസ ഞാൻ വാങ്ങിയിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല, അവർക്ക് റേറ്റ് കൊടുത്തിട്ടില്ല, അവരുടെ ടെൻഡറിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല, അവർക്ക് ഞാൻ വില കോട്ട് ചെയ്തിട്ടില്ല. വില കോട്ട് ചെയ്തത് ബോംബെയിലെ സ്ഥാപനം, വില ഉറപ്പിച്ചത് അവര്, നെഗോസിയേഷനിൽ പങ്കെടുത്തത് അവര് തമ്മിൽ തീരുമാനിച്ച റേറ്റിന് അവർക്ക് കൊടുത്ത ശേഷം അയാൾക്ക് ഇഷ്ടമുള്ള കമ്മീഷൻ എനിക്ക് തന്നു എന്നുള്ളതാണ് ഈ കേസിൻ്റെ അടിസ്ഥാനം. ഇനി അതുമായിട്ട് പറയുമ്പോൾ ചില സമീപകാല, പേര് പറയാതെ ചില സമീപകാല സംഭവങ്ങൾ ഞാൻ പറയുകയാണ്. എനിക്ക് പണം കിട്ടിയത് ബാങ്ക് വഴിയാണ് കമ്മീഷൻ കിട്ടിയത്. ഞാനതിന് സർവീസ് ടാക്സ് അടച്ചു, ഞാനതിന് ഇൻകം ടാക്സ് അടച്ചു, ഞാൻ എൻ്റെ ഇൻകം ടാക്സ് കണക്കുകളിൽ അതിൻ്റെ തെളിവുകൾ മുഴുവൻ കൊടുത്തു. ആദായ നികുതിക്ക് ഞാൻ സമർപ്പിച്ച എല്ലാ കണക്കുകളിലും അതുണ്ട്. ഇതെല്ലാം കൊടുത്തിട്ടും ഞാൻ ആ പണം വാങ്ങിയത് തെറ്റാണെന്ന്. സമീപകാലത്ത് വളരെ വിവാദമായ ചില സംഭവങ്ങളുണ്ടല്ലോ, അവിടേക്ക് എന്താണ് വാദം നമ്മൾ കേട്ടിട്ടുള്ളത്? സ്വകാര്യ സ്ഥാപനം സ്വകാര്യ വ്യക്തിക്ക് പണം കൊടുത്താൽ, ബാങ്ക് വഴി പണം കൊടുത്താൽ എന്തിനാണത് കൊടുത്തതെന്ന് പോലും അന്വേഷിക്കേണ്ട കാര്യമില്ല. അതിലെന്തോ തെറ്റുള്ളത്? അവർ ടാക്സ് അടച്ചിട്ടില്ലേ? അവർ ആദായ നികുതി അടച്ചിട്ടില്ലേ? പിന്നെ എന്തിനാണ് അതിൽ തെറ്റായ ഒരു കാര്യം ഉദിക്കുന്നത്? അപ്പോ പലർക്കും പല നീതിയാണ്. അത്തരം കാര്യങ്ങളിൽ നീതി അതാണെന്ന് പറയുന്നു. അത് എൻ്റെ കാര്യത്തിൽ മാത്രം, ഈ ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രമല്ല, അങ്ങനെ നിരവധി സംഭവങ്ങളിൽ കേരളത്തിൽ സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകൾ സർക്കാർ പരിശോധിക്കേണ്ടതോ വിജിലൻസ് പരിശോധിക്കേണ്ടതോ ആയിട്ടില്ലെന്നും, അത് സ്വകാര്യ വ്യക്തികളുടെ ഇടപാടുകൾ മാത്രമാണെന്നും, അവര് ഹവാല വഴി ഇടപാട് നടത്തിയാൽ, രേഖകളില്ലാതെ ഇടപാടുകൾ നടത്തിയാൽ മാത്രമേ ഒരു സർക്കാർ സംവിധാനം അത് പരിശോധിക്കേണ്ടതുള്ളൂ എന്നുമാണ് പറഞ്ഞത്. പക്ഷേ രാധാകൃഷ്ണന്റെ കാര്യം വന്നപ്പോൾ ഒരു സ്വകാര്യ സ്ഥാപനം ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ, മറ്റിടത്ത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വിവാദ കാര്യങ്ങളിൽ ഒരു കരാർ പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആ കരാർ എന്താണെന്ന് ആരും കണ്ടിട്ടില്ല. ഇവിടെ കരാർ പോലും പബ്ലിക് ഡൊമൈനിലുണ്ട്. എൻ്റെ കരാർ എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. കരാറിന്റെ പകർപ്പ് അന്വേഷണ ഏജൻസിന്റെ കൈവശമുണ്ട്. ഞാൻ അവർക്കത് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വാങ്ങിയ കമ്മീഷൻ അപരാധം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജിലൻസ് കേസെടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മറ്റൊരു വശം കൂടി നോക്കാം. മലബാർ സിമൻസ് ഇതേ ഉൽപ്പന്നം സ്വന്തം ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തു, ഡയറക്ടർ ബോർഡ് തീരുമാനമെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി. ആ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ ബോംബെയിലെ സ്വകാര്യ സ്ഥാപനം
സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന വിലയേക്കാൾ കൂടുതലായിരിക്കും അവർ സ്വന്തം നിലക്ക് ഉൽപ്പാദിപ്പിച്ചാൽ ഒരു ബാഗ് ഒന്നക്ക് വരാവുന്ന വില. അതായത് ഒരു ബാഗ് ഒന്നക്ക് 50 പൈസയിൽ കൂടുതൽ വിലയ്ക്ക് മാത്രമേ ഈ മലബാർ സിമെന്റ് സ്വന്തം നിലക്ക് ഫാക്ടറി സ്ഥാപിച്ച് ഉൽപ്പാദിപ്പിച്ചാൽ അതിൻ്റെ ഉൽപാദന വില അത്രയും വരും. അതുകൊണ്ട് അതിനും കുറഞ്ഞ വിലക്കാണ് ഈ ബോംബെ സ്ഥാപനം കൊടുത്തത്. അപ്പോൾ ബോംബെ സ്ഥാപനം കൊടുത്തതിൻ്റെ പേരിൽ എനിക്ക് കമ്മീഷൻ തന്നതിൻ്റെ പേരിൽ ഒരു കേസെടുത്തു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചരിത്രം രേഖപ്പെടുത്തേണ്ട കേസുകളാണ്, റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട. അത് ബാക്കി വിചാരണയിൽ ഇരിക്കട്ടെ. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാൻ കാരണം പിന്നെ വലിയവന് വലിയ നീതി, ചെറിയവന് വേറൊരു നീതി എന്നുള്ള നീതി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. GST അടച്ച് ആദായനികുതി അടച്ചാൽ ചിലർക്ക് അത് മുഴുവൻ വിശുദ്ധമായ പണം, GST അടച്ച് സർവീസ് ടാക്സ് അടച്ച് ആദായനികുതി അടച്ച് കൃത്യമായ കരാറിന്റെ അടിസ്ഥാനത്തിൽ VM രാധാകൃഷ്ണൻ ബിസിനസ് ചെയ്താൽ അത് അപരാധം, കൊള്ള, അഴിമതി, പിന്നെ എന്താ പറയുക, പൊതുഖജനാവിനെ കൊള്ളയടിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ ബാക്കി അത് നമ്മൾ വിചാരണ കോടതി തീരുമാനിക്കട്ടെ.